കണ്ണിന്ന് മൂക്കിന്നൊക്കെ വെള്ളം വരുന്നുണ്ട്. കാറ്റടിച്ചിട്ട് പൊട്ടിച്ചോ. വാവ്, അന്നയുടെ കലാപരിപാടികൾ കാണാം നമുക്ക് കുറച്ച്. ഇങ്ങനെ നടക്കാൻ പറ്റും ആർക്കെങ്കിലും? ഇതാണ് നമ്മുടെ വാവ്, ഈ പ്ലേസ് അടിപൊളിയാണ്. കാറ്റടിക്കുന്ന ഒരു സൗണ്ട് മാത്രം. ഹലോ ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഔട്ടിങ്ങിന് വേണ്ടി വന്നതാണ്. വീട്ടിൽ തന്നെ ഇരുന്നങ്ങ് ബോർ അടിച്ചു. വീക്കെൻഡ് ഒക്കെയാണ്. അപ്പം കുറെ നേരം സ്നോയിലൊക്കെ കളിച്ചു. അപ്പം നമ്മളൊന്ന് കാഴ്ചകളൊക്കെ ഇറങ്ങാൻ വന്നേ. അത് നമ്മുടെ വീടിന് അടുത്തുള്ള സ്ഥലങ്ങളാണ്. സാധാരണ നമ്മൾ സമ്മറിൽ ഫിഷിങ്ങിന് പോകുന്നത്. പിന്നെ ചെറിയൊരു ഹാർബർ ഉണ്ട്, അവിടെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. പിന്നെ അന്നയുടെ വീട്ടിലൊക്കെ ഒന്ന് പോകണം. അതെ, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ആ വിശേഷങ്ങളൊക്കെയാണ്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതെ, വീട്ടിൽ തന്നെ ഇരുന്ന് ഭയങ്കരമായിട്ട് ബോറടി. അപ്പൊ നമുക്ക് വെളിയിലൊക്കെ ഒന്ന് കറങ്ങി ചുറ്റി കറങ്ങിയിട്ടൊക്കെ വരാം, കാഴ്ചകളൊക്കെ ഒന്ന് കാണാന്ന് കരുതി. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു ട്രേ കണ്ടു. ഇത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നമ്മളാണെന്നുണ്ടെങ്കിൽ ക്രിസ്മസിന്റെ സമയത്ത് ജിഞ്ചർ ബ്രെഡ് ഹൗസ് ഉണ്ടാക്കിക്കൊണ്ട് വന്ന ട്രേ ആണിത്. നമ്മുടെ അല്ല, ഇത് അന്നയുടെ വീട്ടിലെയാണ്. അപ്പൊ കുറെ ദിവസമായിട്ട് അവര് നമ്മളെ വിളിക്കുന്നുണ്ട്, അങ്ങോട്ട് ചെല്ലാനായിട്ട് പറയുന്നു. ഏവമോക്കും ആണെങ്കിൽ അന്നയെ കാണണം എന്നൊക്കെ പറഞ്ഞ് അന്നയുടെ വീട്ടിൽ പോകാന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം. അപ്പൊ എന്തായാലും നമ്മൾ ജസ്റ്റ് പോകുന്ന വഴിക്ക് അവിടെ ഒന്ന് കയറി ഇതും കൊടുത്ത് അവരെ ഒന്ന് കണ്ടിട്ട് വരാം. ഇപ്പൊ ഏകദേശം 1 മാസമായല്ലേ? ന്യൂ ഇയറിന് വന്നിട്ട് പിന്നെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഇല്ല, പിന്നെ കണ്ടിട്ടില്ല. അപ്പൊ കുറെ ദിവസമായി. എല്ലാരും ബിസി ആയതുകൊണ്ട് അവരും ബിസിയാണ്, നമ്മളും ബിസിയാണ്. അപ്പം വീക്കെൻഡ് ആകുമ്പോഴത്തേക്ക് സമയമൊന്നും അങ്ങനെ കിട്ടുന്നില്ല. അപ്പൊ എന്തായാലും ഇന്ന് അങ്ങ് പോവാന്ന് കരുതി. അപ്പൊ ഏവക്കൂട്ടം റെഡി ആയിട്ട് അവിടെ ഇരിപ്പുണ്ട്. പോയിട്ട് വരാം അല്ലേ? നമ്മളിങ്ങനെ വെറുതെ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുകയാണ്, ജസ്റ്റ് കാഴ്ചകളൊക്കെ ഒന്ന് കാണാന്. കാരണം വിന്ററിലെയും സമ്മറിലെയും ഒക്കെ കാഴ്ചകൾ ഇവിടുത്തെ വ്യത്യസ്തമാണ്. ഓരോന്നിനും ഓരോ ലുക്കാണ്. വിന്ററിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് തന്നെയാണ് കേട്ടോ. ഈ റോഡ് ഫുള്ള് ഇങ്ങനെ ഐസ് വീണ് കിടക്കാണ്. അപ്പുറം ഇപ്പുറം കുഴിയാണ്, കണ്ടില്ലേ? രണ്ട് സൈഡും കുഴിയാണ്. ആ സൈഡിലും കുഴിയാണ്, ഈ സൈഡിലും കുഴിയാണ്. അപ്പൊ അവിടെ നിന്ന് കാറ് വരുന്നുണ്ട്. ഇപ്പൊ ഈ സൈഡ് കൊടുക്കാന്നുള്ളത് നമ്മൾ നിർത്തിയിടേണ്ടി വരും. അതെ, കുറച്ച് റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ് സൈഡ് കൊടുക്കുന്നത്. അതുകൊണ്ട് അവരവിടെ ഒതുക്കിയിട്ടുണ്ട് നമുക്ക്. അതെ, അവരവിടെ ഒതുക്കി തന്നു നമുക്ക് വേണ്ടി. നമ്മൾ പോയിട്ട് വേണം ഇനി അവർക്ക് പോകാനായിട്ട്. ഇതാണ് ഇവിടുത്തെ മനുഷ്യരുടെ ഒരു എന്താ പറയുന്നത്, ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. നമ്മൾ ഒതുക്കാന്ന് കരുതിയപ്പോഴത്തേക്ക് അവരൊതുക്കി തന്നു. നമ്മള് മനസ്സിൽ ചിന്തിക്കുമ്പോ അവര് മാനത്ത് ചിന്തിച്ചു വരും. എന്താ എന്തോ പറഞ്ഞ? ഡോറോ? ഡോർ അടഞ്ഞില്ലേ? ഡോറൊക്കെ അടഞ്ഞിട്ടുണ്ട്. ഇതുണ്ടോ മരമൊക്കെ ഇങ്ങനെ വെട്ടിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നു. അതിനകത്ത് മുകളിൽ ഇങ്ങനെ സ്നോ ഒക്കെ വീണ് കിടക്കുവാണ്. നല്ല രസമുണ്ടല്ലേ? അതെ, അടുക്കി വെച്ചേക്കുന്നതാണ്. നല്ല രസമുണ്ട്, ചെറുതും വലുതും ഒക്കെ ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നതും അടുക്കുന്നതും എല്ലാം. അത് കട്ട് ചെയ്യുന്നതും എല്ലാം ഒരേ അളവിലാണ് കട്ട് ചെയ്യുന്നത്. എന്താ രസമാണല്ലേ? അതെ, നല്ല നീറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നു. കട്ട് ചെയ്യാൻ മാത്രമല്ല, അവര് നട്ടും പിടിപ്പിക്കും. അതെ, ഈ ഒരു രാജ്യത്തിന്റെ 75% കാട് തന്നെയാണ്. അവരിതെല്ലാം നല്ല രീതിയിൽ സംരക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നല്ല ഫ്രഷ് എയർ ആണ്. ശരിയാണ്. ഓഹോ, നല്ല സ്പീഡിൽ വരുമായിരുന്നു. ആക്ച്വലി ഈ റോഡ് കണ്ടോ? അതെ, ഇവിടെ ഹോൺ ഒന്നും അടിക്കത്തില്ല. വളവാണെങ്കിലും തിരിവാണെങ്കിലും. നമ്മുടെ നാട്ടില് ഹോൺ അടിയോടടിയാ. ഇവിടെ എത്ര വലിയ വളവാണെങ്കിലും ആരും ഹോൺ അടിക്കത്തില്ല. ഹോൺ അടിക്കാം, പക്ഷെ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷന് മാത്രമേ അതെ തോന്നുന്ന പോലെ നമുക്ക് ഹോൺ അടിക്കാൻ പറ്റത്തില്ല. ഞങ്ങള് ഡേ കെയറിൽ നിന്ന് മക്കളെയൊക്കെ കൊണ്ടുപോകുന്ന സമയത്തുണ്ടല്ലോ, നടക്കാനൊക്കെ പോത്തില്ലേ വെളിയിലൊക്കെ കുഞ്ഞുങ്ങളെയും കൊണ്ട്. അപ്പോഴത്തേക്ക് ട്രക്കുകാരിങ്ങനെ ഹോൺ അടിക്കും. അങ്ങനെ മാത്രമേ ഞാൻ ഹോൺ അടിക്കുന്നത് കണ്ടിട്ടുള്ളൂ ഇവിടെ. എന്താ പറഞ്ഞ? എന്താ അച്ഛൻ ഇവിടെ ഇരിക്കുന്നു. അച്ഛനുണ്ട്. കുഞ്ഞിന് പരിചയമില്ലാത്ത വഴിയാണ്. അതെ, ഈ ഒരു വഴി കുഞ്ഞിന് പരിചയമൊന്നുമില്ല. കുഞ്ഞാണെന്നുണ്ടെ അച്ഛന്ന് വിളിക്കുന്നുണ്ട് ഇടയ്ക്കിടക്കിരുന്ന്. എന്തോ നല്ല രസമുണ്ട്. ഇവിടെ നമ്മള് സമ്മറിലെ കണ്ടു വന്നേ. ആ സമയത്ത് മുഴുവൻ എന്താണ് കാടായിരുന്നു. നല്ല രീതിയിൽ ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു സൈഡിലത്തെ ഒന്നും. പക്ഷെ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇവിടെ എല്ലാം കാണാം. കാടിനുള്ളിലോട്ടൊക്കെ കാണാം. കാരണം മരങ്ങൾക്കൊന്നും ഇലയൊന്നും ഇല്ല. അവിടെ എന്തോ ഒരു റിസോർട്ട് പോലൊരു സംഭവമൊക്കെ ഉണ്ട്. അതിനകത്തോട്ട് പോകുമ്പോഴെന്ന് തോന്നുന്നു. അതിനകത്തോട്ട് പോകുമ്പോഴത്തേക്ക് ഇവിടെ എവിടെയോ ആണ് ഒരു പ്ലേസ്. അന്നെ ഫാമിലി വാങ്ങിക്കണം എന്ന് കരുതി ഇങ്ങനെ നിന്നിട്ട് അവർക്ക് വാങ്ങിക്കാൻ പറ്റാതെ പോയൊരു സ്ഥലം ആണല്ലേ? ചെറിയൊരു കോട്ടേജ് സൗന. ഇവർക്ക് ഈ ബീച്ച് സൈഡിലെ സൗന ഭയങ്കര ഇഷ്ടമാണ്. അതെ, കാരണം വെള്ളത്തിൽ ചാടാൻ വേണ്ടിട്ട്. അപ്പൊ ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഇതൊക്കെ. ബീച്ച് സൈഡില് കുറച്ച് നല്ല എക്സ്പെൻസീവ് ആണ്. എനിക്ക് തോന്നുന്നു ഇതായിരുന്നു തോന്നുന്നു. അതെ, ഇവിടെ 1-2 പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു വിൽക്കാനായിട്ട്. ആരോ വാങ്ങിയാന്ന് തോന്നുന്നു ഇപ്പൊ അത്, അല്ലേ? എനിക്കറിയില്ല, ഇവിടെ ആരും കാണുന്നില്ല. പക്ഷെ എപ്പോഴും ആൾക്കാർ വരത്തില്ലെന്നാണ്. ഇവിടെ 1-2 നൈസ് കോട്ടേജസ് ഉണ്ട്. അടിപൊളിയാണ്. എന്തൊരു കാമായിട്ടുള്ള സ്ഥലമാണെന്ന് നോക്കിയോ. ഒരു ഒച്ചയില്ല, ഒരു ബഹളവും ഇല്ല.
ഒന്നുമില്ല. നമ്മളെ ഇന്നാളെ നിങ്ങൾക്ക് ഒരു പഴയ വീഡിയോ ഓർമ്മയുണ്ടോ? നമ്മള് സമ്മറിൽ ബീച്ച് സൈഡിൽ വന്നത്, അത് ഇവിടെയാണ് അല്ലേ? അത് അന്യ ഫാമിലി ആയിട്ടല്ലേ വന്നത്? അതെ, അന്യ ഫാമിലി ആയിട്ട് വന്നേ. വഴി തെറ്റാൻ ചാൻസ് ഉണ്ട്. അതെ, വഴി തെറ്റാ. എങ്ങോട്ടായിരുന്നോന്ന് എനിക്ക് ഓർമ്മയില്ല. ഇങ്ങോട്ടായിരുന്നോ? ഓക്കെ, പോയി നോക്കാം. കൂട്ടാ, ചെറിയ ചെറിയ കാടിനുള്ളിൽ ചെറിയ ചെറിയ ഇങ്ങനെ ആൾത്താമസമൊന്നുമില്ല. ഇവരൊക്കെ ഇങ്ങനെ സമ്മറിൽ പഴയ ചെറിയൊരു ഹാർബർ ആണ് കേട്ടോ. ഇവിടെ ഇതിനേക്കാളും വലിയ ഹാർബർ ഇവിടെ ഉണ്ട്. ഇത് ചെറിയൊരു ഹാർബർ. ഇത് കടലെല്ലാം ഫ്രീസ് ആയിട്ട് കിടക്കുക ഉണ്ടോ മൊത്തം? അവിടെ ഫ്രീസ് ആയിട്ടില്ല. ഇല്ല, ഓ ഇല്ല കേട്ടോ, അവിടെ ഫ്രീസ് ആയിട്ടില്ല. നമുക്ക് ചെന്ന് നോക്കിയാലോ അവിടെ. അങ്ങനെ നമ്മളിത് കാറ് പാർക്ക് ചെയ്തു. നമുക്ക് ജസ്റ്റ് ഒന്ന് നടന്ന് നോക്കിയിട്ടൊക്കെ വരാം. അങ്ങോട്ട് ആൾക്കാരൊക്കെ നടന്നു പോയ കാൽപ്പാടൊക്കെ ഉണ്ട്. അപ്പോൾ ആൾക്കാർ പോയിട്ടുണ്ടെങ്കിൽ നമുക്കും പോകാമെന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ? ആൾക്കാർ കാല് പോകരുത്. അതെ, ഈ സ്നോയിൽ കഴിഞ്ഞ് നടക്കുമ്പോൾ സൗണ്ട് കേട്ടോ. അതെ അതെ, അവിടെ ഒന്നും കടൽ ഇങ്ങനെ ഫ്രീസ് ആയിട്ടില്ല. നമ്മൾ നോക്കാൻ വന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കടലിന്റെ മുകളിൽ കൂടെ നടന്നതല്ലേ. നദികളൊക്കെ ഫ്രീസ് ആയിട്ടുണ്ട്, പക്ഷെ കടല് അങ്ങോട്ട് ഫ്രീസ് ആയിട്ടില്ല നല്ല രീതിയിൽ. വേണ്ട, ഒഴുകുന്നുണ്ടോ അവിടെ? ഞാൻ സൂം ചെയ്ത് കാണിക്കാം. അതെ, ഐസ് വന്ന് അടിഞ്ഞു കിടക്കുന്നേ, അത് ഫ്രീസ് ആയതല്ല. എന്തിനാ അങ്ങോട്ട് പോകുന്നേ? ഇടിഞ്ഞു വീണ് കഴിഞ്ഞാൽ അങ്ങോട്ട് വീഴുവേ, പറഞ്ഞേക്കാം. ഇങ്ങ് പോര്. വിനോദാണെന്നുണ്ടെങ്കിൽ അന്റാർട്ടിക്ക നിൽക്കുന്ന പോലെ തോന്നില്ല ഇത് നോക്കി അല്ലേ? ശരിക്കും ഒരു അന്റാർട്ടിക്ക പോലെ തോന്നുന്നുണ്ട്. ഇങ്ങപ്പാ, സമാധാനമായോ? അവിടെ പോയിട്ട് വന്നപ്പോ നല്ല രസമുണ്ട്. അതെ, ഇവിടെ നിന്നിട്ട് അന്റാർട്ടിക്കയിൽ എത്തിയൊരു ഫീലാണ്. അതുപോലെ തന്നെ നല്ല തണുപ്പ്. നോക്കൂ, എന്നാ അടിപൊളിയാ. നോക്കി, പെൻഗിൻ ഇല്ല എന്നുള്ളൊരു കുഴപ്പമുള്ളൂ ഇവിടെ. ആ, നമ്മുടെ ലിറ്റിൽ പെൻഗിൻ ഉണ്ട്. അയവ ഇങ്ങോട്ട് നടന്നു വന്നേ. പെൻഗിൻ നടക്കുന്ന പോലെ അയവ നടക്കുന്നതെന്ന് പലരും പറയാറുണ്ടാണോ? അതെ, വാവ്, ഈ പ്ലേസ് അടിപൊളിയാണ്. അവിടെ ഒന്നും കടൽ ഫ്രോസൺ ആയിട്ടില്ല അല്ലേ? കുറച്ച് ഭാഗത്തേ ഉള്ളൂ, പക്ഷെ അങ്ങോട്ടൊന്നും ഫ്രോസൺ ആയിട്ടില്ല. നല്ല രസമുണ്ട് പക്ഷെ ഇവിടെ കാണാൻ. അടിപൊളി, നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ്. അതെ, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഏവക്കൂട്ടം പല രീതിയിലാണ് പോസ് ചെയ്ത് നിൽക്കുന്നത് നോക്കിയേ. അതെ, അവിടൊക്കെ പോയി അച്ഛനും മോളും കൂടെ ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. അവിടെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഐസ് ഇങ്ങനെ വന്ന് കൂടി വീണിട്ടുണ്ടേ. അപ്പോൾ കുന്നുകൂടി ഇങ്ങനെ കിടക്കുവാണ്. അപ്പോൾ അവിടെ പോയി നിൽക്കുവാണ് രണ്ടുപേരും കൂടെ. ഞാനും അങ്ങോട്ടൊന്ന് പോയി നോക്കാം. എങ്ങനെയുണ്ടോ അവിടെ നിൽക്കാൻ? അതെ, കാറ്റടിക്കുന്നുണ്ടല്ലേ. ഞാനിവിടുന്ന് വരട്ടോ, വ്യൂ ഒന്ന് കാണാമല്ലോ. ആരുമില്ല, ഒരു സൗണ്ട് പോലും ഇല്ല, ഒരു കിളി പോലും ചിലക്കുന്നില്ല. ആകെ ഈ കാറ്റടിക്കുന്ന ഒരു സൗണ്ട് മാത്രം. നല്ല ഭംഗിയില്ലേ കാണാനായിട്ടല്ലേ? അപ്പൊ ഞാൻ അവര് നിൽക്കുന്നിടത്തോടൊന്ന് പോയി കാണിക്കാം. ഭയങ്കര പാടാണ് ഇതിനെ കൊണ്ട് നടക്കാനായിട്ട്. കാലൊക്കെ അങ്ങ് കുഴിഞ്ഞു പോവും. എന്തോ കൂട്ടാ കണ്ടോണ്ട് നിൽക്കുന്നേ? കടലയോ? കടല്. അതെ, ഇതിന്റെ അപ്പുറം സ്വീഡനാ. ഒരു ഐസ് എടുത്തൊന്ന് എറിയാവോ? എടുക്കാൻ പറ്റുന്നില്ല. ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ആ, അത് മതി. ഇതാണെന്നുണ്ടെങ്കിലേ ആ ഐസിലേക്കൊന്ന് ഇട്ട് നോക്കാം. ആ, താന്നു പോവാന്നറിയാലോ. ആ, ഇട്.
ഇട്ടോ 2 3. ഇല്ല, ഒന്നും പറ്റിയില്ല. അത് ഫ്രോസൺ ആണ്. അതെ, നല്ല രീതിയിൽ ഫ്രോസൺ ആയിട്ട് കിടക്കുകയാണ്. അതെ, അതിനടിയിൽ വെള്ളമുണ്ട്. അതെ, തിര അടിച്ചടിച്ചടിച്ച് വലിയ ഐസ് പാളികൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ. അതിങ്ങനെ അവിടെ കിടന്ന് ഒന്നിച്ചങ്ങ് ഫ്രീസായിട്ട് കിടക്കുക. പിന്നെ ഇങ്ങനെ ഒഴുകി ഒഴുകി ഇത് അങ്ങോട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. കുറെ ഭാഗം മെൽറ്റായി കിടന്നിട്ട് കാറ്റടിച്ചിട്ട് നല്ല തണുപ്പുണ്ട്. വെള്ളം വരെ വന്നു, അത്രയ്ക്ക് നല്ല തണുപ്പായിരുന്നു. എന്തൊരു ബ്യൂട്ടിഫുള്ളാ നോക്കി ഇവിടെ കാണാൻ. സ്വർഗം പോകും. കണ്ണീന്ന് മൂക്കിന്നൊക്കെ വെള്ളം വരുന്നുണ്ട്. കാറ്റടിച്ചിട്ട്. കാറ്റ് മാത്രല്ല, ഈ സൂര്യന്റെ റിഫ്ലക്ഷനും അടിക്കുന്നുണ്ട് അതെ, സ്നോയിലോട്ട്. ഞങ്ങളാണെങ്കിൽ കണ്ണാടി വെക്കാനും മറന്നുപോയി. അപ്പൊ എന്തായാലും നല്ല കാറ്റാണല്ലേ, നമുക്ക് അധികം നേരം നിക്കാനൊക്കത്തില്ല. അതെ, ഈ ബീച്ച് സൈഡിൽ ഭയങ്കര കാറ്റാണല്ലോ, അതുകൊണ്ട് ഇവിടെ ഭയങ്കര കാറ്റാ. അപ്പൊ നമുക്കിപ്പോ അതെ, ഇത് ഈ ഫിഷർമാൻസിന്റെ എന്താ സംഭവമൊക്കെയാണ് കേട്ടോ ഇത്. അതെ, അവരുടെ സാധനങ്ങൾ വെക്കുന്നതും. ഇതൊരു ഫിഷിംഗ് ക്ലബും കൂടിയാണ്. അതെ, പഴയ ചെറിയ ബോട്ടൊക്കെ ഇരിക്കുന്നുണ്ടോ. സമ്മറിലാണ് ഇതെല്ലാം ആക്റ്റീവ് ആവുന്നത്. അതെ, അപ്പൊ എന്തായാലും നമുക്ക് പോവാം. അവിടൊക്കെ ബോട്ടൊക്കെ കയറ്റി വെച്ചിരിക്കുന്നുണ്ടോ മുകളില്. പഴയ ബോട്ടൊക്കെയാണ്, ഫിഷിംഗ് ബോട്ടാണ്. ഇത് ഫിഷർമാൻ ക്ലബും പിന്നെ അവരുടെ മെക്കാനിക് ഷോപ്പും അതൊക്കെയാണ് കേട്ടോ. നോക്കാം. എന്തായാലും ഒന്ന് ജസ്റ്റ് മൈൻഡ് റിഫ്രഷ് ആയി. വീട്ടിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ലല്ലോ. അതെ, എന്തോ ആയിരത്തി ഇവിടെ ഉണ്ട്. ആയിരത്തി വീഡിയോ എടുക്കുക കണ്ടോ. ആയിരത്തി ഇവിടെ ഉണ്ട് പോന്നെ, ആയിരത്തി എടപ്പോനാ. പക്ഷെ അതിലുണ്ട്. അതെ, കോണിഫറസിലും പിന്നെ പൈൻ മരത്തിലും ഒക്കെ ഉണ്ട് ഇലകള്. അതിന്റെ മാത്രം ഇലകളൊന്നും പോയിട്ടില്ല അല്ലേ. ബാക്കിയെല്ലാം ഇല പോയി കിടക്കുള്ളൂ. പക്ഷെ ഇതെല്ലാം കിളിച്ചു വരും അല്ലേ, സ്പ്രിംഗ് ആകുമ്പോ തന്നെ കാട് പോലെ ആവും ഇവിടെ. ഇപ്പൊ ഇവിടെ അകമൊക്കെ കാണാൻ പറ്റും, പക്ഷെ കുറച്ച് കഴിയുമ്പോ ഒന്നും കാണാൻ പറ്റത്തില്ല. അപ്പൊ എന്തായാലും നമ്മള് എങ്ങോട്ടാ പോകാൻ പോകുന്നത്? അതെ, ടോപ്പിൽ പോകുന്നുണ്ടോ? കാരണം അന്നയാണെന്നുണ്ടെങ്കിൽ എന്തോ പ്രാക്ടീസിന് വേണ്ടി പോയേക്കുവാണ്. അപ്പം അന്ന വന്നിട്ട് നമുക്ക് പോകാം. കാരണം അന്നയ്ക്ക് ഏവയെ കാണണം എന്നാ പറയുന്നത്, ഏവയ്ക്ക് അന്നയും കാണണം. ഓക്കെ, വിനോദിനിങ്ങനെ പല പല സ്ഥലങ്ങൾ ഇങ്ങനെ കണ്ടു വെച്ചേക്കാണ്. അപ്പൊ പോവാൻ ഭയങ്കര ഇഷ്ടമാണ്. ഫിൻലാൻഡിൽ വന്നതിന് ശേഷം നേച്ചറുമായിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ഇണങ്ങി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സ്നോമാൻ അങ്കിളിന്റെ വീട് ഇവിടെയാണ്. അതെ, നമ്മുടെ സ്നോ മാറ്റുന്ന അങ്കിളുണ്ടല്ലോ, സ്നോമാൻ എന്ന് വിളിക്കുന്നത്, പുള്ളിക്കാരൻ ഈ ഭാഗത്ത് എവിടെയാണ് താമസിക്കുന്നത്. ഇവിടെ ഒരു വീട് കണ്ടോ, മരത്തടി വെച്ചുള്ള വീട്. സവനയാന്ന് തോന്നുന്നത്. സവനയാണോ അതോ ചെറിയ കോട്ടേജ് ആണോ എന്നറിയില്ല. ഭംഗിയുള്ള കാഴ്ചകളാണ്, കണ്ണിനിങ്ങനെ കുളിർമയാണ് കാണാൻ. നല്ലൊരു വീട്. ഈ മരത്തിലെല്ലാം സ്നോ ഉണ്ട് കണ്ടോ. ഇവിടെ ഒന്നും കാറ്റൊന്നും വീശുന്നില്ലേ അപ്പൊ ഈ ഭാഗത്ത്. മരങ്ങളിലെല്ലാം സ്നോ അതുപോലെ തന്നെ നിപ്പുണ്ട്. ചിലപ്പോ ആയിരിക്കും. ഹലോ, how are you? With car, you can walk. Very lazy. അപ്പൊ അതെ, നമ്മുടെ സ്നോമാൻ അങ്കിളിൽ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ പുള്ളിയെ വഴി വെച്ച് കണ്ടു. പുള്ളിയുടെ ഗേൾഫ്രണ്ട് ആണ്. അവര് കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല, അവർ ഒന്നിച്ചാണ് താമസിക്കുന്നത്. അപ്പൊ ഇവിടൊക്കെ ഇങ്ങനെയൊക്കെയാണ്. ഇവിടെ അങ്ങനെ എന്താ പറയുന്നത്, കല്യാണം കഴിച്ചില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഒന്നിച്ച് ജീവിക്കാൻ ഒരു പാർട്ട്ണർ, അത്രേ ഉള്ളൂ. സ്നേഹത്തോടെ കഴിയുന്ന ആൾക്കാരുണ്ട് കല്യാണം കഴിക്കാൻ. അത് കുട്ടികളും ഒക്കെ ആയിട്ട്. അതെ, അന്ന് നമ്മള് ഫിഷിംഗ് കോമ്പറ്റീഷന് വന്ന ഇവിടെ ആയിരുന്നു. നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടോന്ന് അറിയത്തില്ല, സമ്മറിൽ നമ്മൾ ഫിഷിംഗ് കോമ്പറ്റീഷന് വന്നിട്ടുണ്ടായിരുന്നു അന്നയും ഫാമിലിയൊക്കെ ആയിട്ട്. ആ ഒരു സ്ഥലമാണിത്, ഒരു പഴയ ഹാർബർ തന്നെയാണ് ഇത്. അന്ന് വന്നതിൽ എന്തോരം വ്യത്യാസം ഉണ്ടല്ലേ ഇവിടെ. അന്ന് ഫിഷിംഗ് കോമ്പറ്റീഷൻ വന്ന് തോറ്റ് തുന്നമ്പാടി പോയ സ്ഥലമാണിത്. ഇവിടെ ഗ്രില്ലിങ് ഒക്കെ പറ്റിയ സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെ ടോയ്ലറ്റ് ഒക്കെ ഉണ്ട്, ബയോ ടോയ്ലറ്റ് ആണ് കണ്ടോ. അതുകൊണ്ട് അവിടെ ഇവിടെ നിന്നായിരുന്നു നമ്മൾ കുറെ ഫിഷിനെയൊക്കെ പിടിച്ചത്. പക്ഷെ നമ്മളൊരു കോമ്പറ്റീഷൻ ആയിരുന്നു, നമ്മൾ ജയിച്ചില്ല, അന്നയൊക്കെ ആയിരുന്നു ജയിച്ചത്. അപ്പോൾ ആ ഫിഷും കൊണ്ട് നമ്മൾ പോയ വീഡിയോ ഒക്കെ ചാനലിൽ കിടപ്പുണ്ട്, കാണാത്തവരൊക്കെ കാണുക. സമ്മറിലെ വീഡിയോ. സമ്മറിൽ ഇവിടെ ശരിക്കും വ്യത്യസ്തമാണ് കാണാനായിട്ട്. ഇതെല്ലാം ഇങ്ങനെ മെൽറ്റായിട്ട് നല്ല ഭംഗിയാണ്, ഫുൾ ഗ്രീനറി ആണ്. ഇപ്പം വേറൊരു കാഴ്ച. ഇപ്പോഴോ? വാച്ച് ടവറും ചിലപ്പോ ഗ്രില്ല് ചെയ്യുന്ന സ്ഥലമൊക്കെ ആയിട്ടായിരിക്കും അവിടെ. നമുക്കൊരു ദിവസം പോയി നോക്കാം. ഇപ്പൊ അവിടെ ആരോ യൂസ് ചെയ്തോണ്ടിരിക്കുവോ. അതെ, അവിടെ ഇത് കണ്ടില്ലേ, ഇതെല്ലാം ഫിഷർമാൻസിന്റെ കുറച്ച്
ഹട്ടൊക്കെയാണ് തോന്നുന്നല്ലേ. ഇതോ അവിടെ എന്തോ ഉണ്ട് ഇതോ. അല്ല അയാള് ഫോട്ടോഗ്രാഫർ ആണെന്ന് തോന്നുന്നു കേട്ടോ. അതെയോ? ഫോട്ടോ എടുത്തോണ്ടിരിക്കുക. ജിമ്പലൊക്കെ ഉണ്ട് കയ്യില്. വിനോദ് മാത്രമാണ് ഇപ്പൊ അങ്ങോട്ട് പോയിട്ടുള്ളത്. ഒരാൾ പോലും അങ്ങോട്ട് നടന്നു പോയിട്ടില്ല. കാൽപ്പാടൊന്നുമില്ല അവിടെ ഒന്നും. കണ്ടില്ലേ? അതെ, മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ വുഡ് ഇല്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് കയറി ഇങ്ങനെ ഇരിക്കാം. അവിടെ ഉണ്ടോ? ഇപ്പൊ വുഡ് കുറവാ. പിന്നെ അത് ഇവിടെയാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ മുറിച്ചെടുക്കണം തോന്നുന്നല്ലേ, വലിയ വുഡ്. അപ്പം വിനോദ് പറയുന്നത് ഈ സ്നോ ആണെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഫേസ് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്നാ പറയുന്നത്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. ആ നോക്കിയോ. ആ ചെയ്. മാറ്റില്ല. ഞാൻ അവിടെ വരാം. അവിടെ വന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാം. അവിടെ വന്നില്ല. പിന്നെ അത് തന്നെയല്ല, ആരും വരുമ്പോഴത്തേക്ക് ഒന്ന് പേടിക്കട്ടെ, ഈ ഫേസ് കണ്ടട്ടെ. അത് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്റെ വെച്ചാലോ? എനിക്ക് സാരിയുടെ വെക്കാം. ഇനി സാരി വെക്കാന്ന് പറയണേ. ഇച്ചിരി അങ്ങോട്ട് കയറ്റി വെക്കണേ. നല്ലോണം ആമക്കട്ടെ. ആമക്ക് ഓക്കെ. സാരിയുടെ ചെറുതായിട്ട് വന്നേ വേണ്ട. നിങ്ങളുടെ തൊപ്പി ചരിഞ്ഞിരിക്കായിരുന്നു, അതുകൊണ്ട് ഇങ്ങനെ വന്നു. എന്റെ ആണെങ്കിൽ പകുതി ഇവിടെ വെച്ച് പോയി. പക്ഷെ എന്റെ ആ തൊപ്പിയുടെ ഒക്കെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. മൂക്ക് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആ തൊപ്പിയുടെ അതും കണ്ടോ. അതായത് നോക്ക്, തൊപ്പി ചരിഞ്ഞിരിക്കായിരുന്നു. അതാ നമ്മുടെ കൈ ഇവിടെ വെച്ചാലോ? കയ്യോ വെച്ചേ. കൈ വെച്ചിട്ട് ഓക്കെ. എന്റെ കൈ ഇപ്പുറത്ത് വെക്കും. മതിയോ? ഓക്കെ. ഇനി ഒരു ലവ് വരച്ചു വെച്ചേര്. ഓക്കെ. ഞങ്ങളുടെ ഒരു കാര്യം, ആരേലും ഒക്കെ വരുമ്പോഴത്തേക്ക് ഇതാരൊക്കെയാന്ന് ഇപ്പൊ ആൾക്കാർക്ക് നോക്കുമ്പോഴത്തേക്ക് ഒരു രസം. ഇതിങ്ങനെ ഇവിടെ വെച്ചിട്ട് നമുക്ക് പോവാം അല്ലേ? അതെ, ഇപ്പൊ സ്നോ വീഴുവാണെന്നുണ്ടെങ്കിൽ ഇതങ്ങ് മൂടി പോവും. അല്ലെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കിടക്കും. പക്ഷെ പിന്നെ മെൽറ്റ് ആയി കഴിയുമ്പോ ഇതിങ്ങനെ തെളിഞ്ഞു വരും. അങ്ങനെയാണ്. ആ അതെ, ഇങ്ങനെ എടുക്കാൻ പറ്റും സ്നോ. ഒന്ന് എടുത്തു നോക്കാം നമുക്ക്. ശാരിയുടെ ആഗ്രഹമല്ലേ, എന്നാൽ ലവ് പോലെ മുറിച്ചെടുക്കാൻ പോവാണ് സ്നോ. കിട്ടോ? വാവ്. ശരി, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി പോയി, എന്നാലും കൊള്ളാം. അതാ ഞാൻ പറഞ്ഞു ഗ്ലൗസ് ഇടണമെന്ന്. ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഷോ, പാൻ്റെല്ലാം തല്ലിക്കൊടേ. ആ പുള്ളിക്കാരൻ പോയിട്ടുണ്ട്. അങ്ങോട്ട് പോയി നോക്കാം നമുക്ക്. ഓക്കെ, ലവ് ഉണ്ടാക്കിയിട്ട് പോവാം. നോക്കട്ടെ കിട്ടുമെന്ന്. കറക്റ്റായിട്ട് കിട്ടുവാണെങ്കിൽ ഓക്കെ. ഇല്ലെന്നുണ്ടെങ്കിൽ വിനോദിന് എന്നോട് സ്നേഹമില്ല. കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം ചരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കാണിക്കും. അതെ. വാവ്, അടിപൊളിയായിട്ടുണ്ടേ. കൊള്ളാം. എവിടെങ്കിലും കൊണ്ടുപോയി ഇങ്ങനെ വെക്കാം. ഓക്കെ, അതെ, അവിടെ ഇരിക്കട്ടെ. അപ്പൊ നമ്മളിത് ലവ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇനി നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയെന്ന് നോക്കാം. അവിടെ നിന്ന് ഒരാള് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയി. അപ്പൊ അവിടെ എന്തോ സംഭവം നോക്കൊന്ന് നോക്കാലോ. കാർ ഇവിടെ തിരിച്ചിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് പോയി നോക്കാൻ പോവാണ്. നമ്മളുണ്ടാക്കി വെച്ച ലവ് അവിടെ ഇരിപ്പുണ്ട് കണ്ടോ. എന്തായാലും ഉടനെ ഒന്നും ഇനി പ്ലസ് ടെമ്പറേച്ചർ ആവത്തില്ല. അപ്പം അത് ഉടനെ മെൽറ്റ് ആവത്തില്ല, അവിടെ തന്നെ ഇരിക്കും. സ്നോ വീണ് മൂടി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതെ, സ്നോ വീണ് കഴിയുമ്പോൾ മൂടി പോകും. നമ്മള് ഇവിടെ എനിക്കറിയില്ല, ഇവിടെ ആഴം കുറവായതുകൊണ്ട് ചിലപ്പോൾ ഫുള്ള് ഫ്രീസ് ആയി കാണുമോ. നമ്മൾ അന്ന് ഇവിടെയാണ് ഫിഷിങ് ചെയ്തത്. ആരും ഇറങ്ങിയതായിട്ടുള്ള പാടുകളൊന്നും കാണുന്നൊന്നുമില്ല. ഇറങ്ങിയാലും പ്രശ്നമൊന്നുമില്ല, അങ്ങനെ താമൊന്നും പോകത്തില്ല. അത്രയ്ക്ക് നല്ല തിക്കായിരിക്കും. വാവ്, ഇത് കണ്ടോ ഈ മരത്തില്. അടിപൊളിയാണ്. അതെ, ബിർച്ച് മരമാണ്. ഇതാന്ന് തോന്നുന്നു വാച്ച് ടവർ. ഇതിന്റെ മുകളിൽ കയറാൻ പറ്റുമോ? അപ്പൊ നമുക്ക് ഇതിന്റെ മുകളിലോട്ട് കയറിയിട്ട് അതിന്റെ മുകളിലത്തെ വ്യൂ നോക്കാം. നല്ല കാറ്റാണ്. അപ്പൊ മുകളിൽ നിന്ന് നോക്കതാ, ഇവിടെ ഫുൾ ഇങ്ങനെ കാണാം. അവിടെ കാറ് താഴെ നല്ല കാറ്റുണ്ട്. തണുക്കൊന്ന് ഇറങ്ങിപ്പോട്ടെ, നല്ല കാറ്റാ. കൈയെല്ലാം നല്ലോണം തണുക്കാൻ തുടങ്ങിയതാ. ആണല്ലേ, കൈയൊക്കെ ചുമന്ന് തണുത്ത്. അപ്പൊ എന്തായാലും ഇനിയിപ്പോ നമ്മള് വീട്ടിലോട്ട് പോവാണ്. അപ്പൊ അന്ന വന്ന് കഴിയുമ്പോ നമുക്ക് അന്നയുടെ വീട്ടിൽ പോവാം. നമുക്ക് വീട്ടിൽ പോയിട്ട് വരാം.
തണുപ്പ് ഫീൽ ചെയ്യും, ഭയങ്കരമായിട്ട് തണുപ്പ് ഫീൽ ചെയ്യും. വിൻഡ് ഇല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, നമുക്ക് എത്ര തണുപ്പിൽ വേണമെങ്കിലും നിൽക്കാം. വിൻഡ് അടിക്കുമ്പോഴത്തേക്ക് നല്ല ശക്തിയായിരിക്കും തണുപ്പിന്. ഇവിടുന്ന് എങ്ങോട്ടായിരുന്നു? ഇവിടുന്ന് ലെഫ്റ്റ് ആയിരുന്നോ? ആ ശരിയാണല്ലോ, ഞാൻ പെട്ടെന്ന് സ്ഥലം മറന്നുപോയി. സ്ഥലകാലബോധം ഇല്ല. നമ്മളത് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് റെസ്റ്റ് എടുത്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ അന്നയുടെ വീട്ടിൽ പോവാം. ഓക്കെ, എന്നെ ഇവിടെ വിട്ടേ, ഞാൻ പോയി ഡോറ് തുറക്കട്ടെ. അപ്പൊ എന്തേ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട്. ഗ്ലൗസ് എടുത്തതിന്റെ മണ്ടേ വെച്ചോ, മറന്നു പോവല്ലേ. വാവ്, പൊട്ടിച്ചാലോ? എനിക്കിത് കാണുമ്പോ അപ്പ പൊട്ടിക്കണം. ഓക്കെ, പൊട്ടിക്ക്. ആ പൊട്ടിച്ചോ. ഇനി ഇവിടെ ഉണ്ട്, ആ പൊട്ടിക്ക്. അതും പൊട്ടിച്ച്. ഇനി അപ്പുറത്താ, ഞാൻ അവിടെ വരാം. കുറുക്കന്റെ ആണോ? കണ്ടോ, ഇത് കുറുക്കന്റെ കാർപ്പാടാ, കണ്ടാലേ അറിയാം നമുക്ക്. ഇങ്ങോട്ട് നോക്കിയേ, ഏമ്മയുടെ പ്ലേ ഹൗസിന്റെ പുറകു വശത്ത് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഗ്ലാസ് പോലെ ഇരിക്കുവാണ് ഐസ് എല്ലാം. കണ്ടോ, ഏവക്കൂട്ടിന് ഭയങ്കര ഇഷ്ടമാണ്. പൊട്ടിച്ചു നോക്കാം. ഏവക്കൂട്ടൻ മാറുന്നില്ലടാ, കണ്ണി വീഴും. മാറുന്നില്ല. ആ പൊട്ടിച്ചോ. ഇപ്പൊ ഒരു ആശ്വാസമായില്ലേ? അതെ, ഇപ്പോഴും അതിനി ഉണ്ട്, ഇനിയുണ്ട് കേട്ടോ, ഇനിയുണ്ട്. ഒരാൾ തിന്നു മാറി. കൊള്ളാവോ? സൂപ്പറാണോ ഇവ? അപ്പൊ നമ്മുടെ വീട്ടിലെ കുറച്ച് വേസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ വിനോദ് അതൊക്കെ ഒന്നുകൊണ്ട് കളഞ്ഞ് ഷോപ്പിലൊക്കെ ഒന്ന് പോയിട്ട് വരും. അപ്പോഴത്തേക്കും ഞങ്ങൾ റെഡി ആയിട്ടിരിക്കാം കേട്ടോ. എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങ് പറഞ്ഞേ. ഓക്കെ, അങ്ങനെ സമയം ദേ 4:30 ആയല്ലേ? 5 മണി. ഓക്കെ, 5 മണിയാകാൻ പോന്നു. അപ്പൊ നമ്മള് അന്നയുടെ വീട്ടിലേക്ക് പോവാണ്. ഏമോ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് പകലൊന്നും ഉറങ്ങില്ല, ചെറിയൊരു ഉറക്കമൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അന്നെ കാണുമ്പോ അതങ്ങ് മാറും. അന്നയുടെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് കുറെ നേരമായിട്ട് കരയുന്നുണ്ട് കിടന്നു. ഞങ്ങള് പറഞ്ഞു അന്ന അവിടെ ഇല്ലാന്ന്. അതെ, അന്നയുടെ ഒക്കെ കാറാണെന്ന് തോന്നുന്നു, അവിടുന്ന് വരുന്നുണ്ട്. അതെ, അവിടുന്ന് ഒരു കാറ് വരുന്നു. ആ സീ സൈഡില് ആകാശത്തിന്റെ കളർ കണ്ടു. ഈ വൈകുന്നേരം ആകുമ്പോ നല്ല ഭംഗിയാണ് അവിടെ. നമുക്കൊരു ദിവസം ഇപ്പൊ പോയെടുത്തേ സന്ധ്യ ആകുമ്പോഴും ഒന്ന് പോയി നോക്കണം അവിടുത്തെ ആ ഒരു റെഡ് കളർ. അതെ, നല്ല ഭംഗിയായിരിക്കും. അപ്പൊ ഈ വഴി എല്ലാവർക്കും ഇപ്പൊ പരിചയമായിട്ടുണ്ട്. അതെ, ഇപ്പൊ ഈ അന്നയുടെ വീട്ടിലോട്ട് എല്ലാരും പറയുന്നത് എന്താണെന്നറിയാവോ? നിങ്ങളുടെ കൂടെ ഞങ്ങളും അങ്ങ് സഞ്ചരിക്കാന്നാ പറയുന്നത്. ഞങ്ങളും അവിടെ ഉള്ള പോലെ തോന്നുന്നത്. നല്ലൊരു സന്തോഷമുള്ള കാര്യമല്ലേ, അല്ലേ? മനസ്സുകൊണ്ട് അവർക്ക് ഇവിടൊക്കെ എത്തിപ്പെടാൻ കഴിയുന്നു, നമ്മളോടൊപ്പം പങ്കുചേരാൻ കഴിയുന്നു എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അന്നയുടെ വീടെത്തി. അന്നയ്ക്ക് എന്തോ കൊണ്ടുവന്ന കുഞ്ഞ്? മുട്ടായി കൊണ്ടുവന്നു. അന്നയ്ക്ക് നമ്മള് ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതെ ആ ട്രേ ഏവമോൾ എടുത്തോണ്ട് നടക്കുവാണ്. അങ്ങനെതാ നമ്മൾ അന്നയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. പക്ഷെ അന്നമോൾ ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ. ഇത് കണ്ടോ, കയറി വരുമ്പോ തന്നെ ഇതുപോലൊരു സ്ഥലം ഉണ്ടാവും എല്ലാ ഫിനിഷുകാരുടെ വീട്ടില്, ജാക്കറ്റും ഷൂസും ഒക്കെ ഊരി വെക്കാനായിട്ട്. ഏവക്കുട്ടന് വേണ്ടി അവര് വാങ്ങിച്ചു വെച്ചിരുന്ന ബോളാണത്. എന്താ പറഞ്ഞ അവന്റെ പേര്? അപ്പൊ അന്ന വരാത്തോണ്ട് ഏവക്കുട്ടൻ ഭയങ്കരമായിട്ട് ബോറടിച്ചിരിക്കുവായിരുന്നു. അപ്പൊ ഏവക്കുട്ടന്റെ ബോറടി മാറ്റാനായിട്ട് അവിടുത്തെ 2 ക്യാറ്റ്സും വന്നിട്ടുണ്ട്, മ്യുല്ലിയും മുക്കോയും. ഏവമോക്ക് ക്യാറ്റ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. പണ്ടൊക്കെ ഇവിടെ വരുമ്പോ അതിനെ പേടിയായിരുന്നു. പക്ഷെ പിന്നെ ഇവരോടങ്ങ് അടുത്തിട്ട് ഭയങ്കര ഇഷ്ടമാണ് ക്യാറ്റ്സിന്. അപ്പൊ ഇതിന്റെയൊക്കെ ഇടയിൽ ഏവമോൾ ഇടയ്ക്കിടയ്ക്ക് അന്നയെ തിരക്കുന്നുണ്ട്. അന്നയാണെന്നുണ്ടെങ്കിൽ വരാൻ കുറച്ച് സമയം കൂടെ എടുക്കുമെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവര് വാങ്ങിച്ചുകൊണ്ട് വന്ന ബോൾ എടുത്തിട്ട് എല്ലാരും കൂടെ അവിടെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വീട്ടിലാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, വലിയ വീടാണേ. അപ്പം
നല്ല രീതിയിൽ ഹീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി ഒരുപാട് ചിലവാകും. അപ്പൊ ഇങ്ങനെ വുഡ് വെച്ചായിട്ടാണ് ഹീറ്റ് ചെയ്യുന്നത്. കണ്ടോ, നല്ല ചൂടുണ്ട് ഇവിടെ, നമ്മുടെ വീടിനെക്കാളും ചൂട്. ഇത് തുറക്കുമ്പോൾ നല്ല ചൂടുണ്ട്. ഇതിങ്ങനെ അടയ്ക്കുകയും ചെയ്യാം, ക്ലോസ് ചെയ്ത് വെക്കുകയും ചെയ്യാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫയർ പ്ലേസ് ആണ്. കുഞ്ഞുമാവ ഇരുന്ന് വരയ്ക്കുന്നുണ്ടോ? ഏവമോക്ക് വരയ്ക്കാൻ എടുത്ത് കൊടുത്തയാണേ. അന്ന വന്നില്ല, അപ്പൊ ഏവമോക്ക് ഭയങ്കരമായിട്ട് ബോറടിച്ചോണ്ടിരിക്കുക. അപ്പൊ അവര് ഏവമോക്ക് വരയ്ക്കാനായിട്ട് കുറെ പെൻസിലും ഒക്കെ, അപ്പൊ വിനോദ് എടുത്ത് വരച്ചോണ്ടിരിക്കുക. കളർ കൊടുത്തിരിക്കുക, നല്ല രസമുണ്ട്. എനിക്ക് എന്റെ മെയിൻ പരിപാടി ഇത് തന്നെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏവ വരയ്ക്കുന്നുണ്ടോ? വരയ്ക്കും. അങ്ങനെ ദേ അവസാനം അന്നമോൾ എത്തിയിട്ടുണ്ട്. അന്നയെ കണ്ടത് ഏവക്കൂട്ടം നല്ല ഹാപ്പിയായി. അന്നതേ ഓടി വന്ന് ഏവമോളെ എടുത്തിട്ടുണ്ട്. ഏവയാണെന്നുള്ളത് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് നമ്മൾ കൊണ്ടുവന്ന് ചോക്ലേറ്റ് അന്നയ്ക്ക് കൊടുക്കുവാണ്. ഡോറ് തുറന്നു കൊടുക്കാനായിട്ട് അവിടെ കിടന്ന് നോക്കിയിരിക്കുവാണ്. വിളിക്കുന്നൊക്കെ ഉണ്ട്. എന്നാ ഞാൻ ഡോറ് തുറന്നു കൊടുക്കാം, പിടിച്ച്. ഹേവമോൾ അന്നെ വരച്ചോണ്ടിരിക്കുവാണേ. ഞാൻ കാണിച്ചു തരാം. അതെ, കാത്തോ, വാവ്, ഹൗ ബ്യൂട്ടിഫുൾ. അന്നയാ വരച്ചത് ഏവ. ഇപ്പൊ ഇനി ഏവയെ വരയ്ക്ക്. ഏവ Pa, Nund, Java, jag kan det. Hibba. Hikser. Eva. Kato. Ni. Onko tuossa Eeva? Kuka tuolla? Kuka tässä? Pallo. വേണ്ട, വിനോദ് വരച്ച് വരച്ചത് പെയിന്റ് അടിച്ച് ഇത്രയാക്കിയിട്ടുണ്ട്. വെറുതെ ഒരു രസം. നല്ല രസമുണ്ട്. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. കുറച്ച് കളേഴ്സേ ഉള്ളൂ, 1 2 അല്ലേ 3 4 കളേഴ്സേ ഉള്ളൂ. പക്ഷെ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. അപ്പൊ കുറെ നേരം പെയിന്റിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ ഏവക്കൂട്ടന് പിന്നെയും ബോറടിയായി, കളിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പെയിന്റിംഗ് ഒക്കെ നിർത്തി വെച്ച് എല്ലാവരും കൂടെ കളിക്കാൻ പോവാണ്. ഏവക്കൂട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ ദേ ഇവിടെ എല്ലാവരും കുട്ടികളാണ്. ഇതാ കണ്ടില്ലേ, വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ്. പണ്ട് ഇതുപോലെ ടയർ എടുത്ത് വെച്ചിട്ട് ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഞാനൊക്കെ ടയർ കിട്ടുമ്പോ ഇങ്ങനെ ഓടിച്ചോണ്ട് നടന്നിട്ടുണ്ട്. ഓക്കെ, ഇത് നോൺ സ്റ്റോപ്പ് ആണെന്നാ തോന്നുന്നത്. കുഞ്ഞിനറിയാവോ ഇങ്ങനെ ചെയ്യാൻ? അന്ന ചെയ്യുന്ന പോലെ ചെയ്യാൻ അറിയാവോ? ഏവയ്ക്ക് അറിയോ? ഇല്ല. എങ്ങനാ അന്ന ചെയ്യുന്നേ? അപ്പൊ അന്നയുടെ കലാപരിപാടികൾ കാണാം നമുക്ക് കുറച്ച്. ഓക്കെ, കലാപരിപാടി തങ്ങൊക്കെ സ്ലിപ്പ് ആവുന്നുണ്ട്. കുറച്ച് കലാപരിപാടികൾ. വാവ്. ഓഹോ, ഓ മൈ ഗോഡ്. ഓക്കെ, അന്ന കൈവച്ചാണ് നടക്കുന്നത്. വാവ്, ഇങ്ങനെ നടക്കാൻ പറ്റും ആർക്കെങ്കിലും? അതെ, 24 25 സെക്കൻഡ് 26 സെക്കൻഡ് നടന്നിട്ടുണ്ട്. അപ്പൊ അന്നത ഇതൊക്കെ ചെയ്യുന്ന കണ്ടപ്പോഴത്തേക്ക് ഏവക്കുട്ടന് ഒരാഗ്രഹം. അങ്ങനെ പുള്ളിക്കാരിയും കിടന്ന് തലകുത്തി മറിയാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. അപ്പൊ അന്നമോളാണെന്നുണ്ടെ ഏവയെ സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, തലകുത്തി. ഏവമോള് അതുപോലെ ട്രൈ ചെയ്യാൻ നോക്കുവാണേ, അന്ന കാണിക്കുന്ന പോലെ. അങ്ങനെ ഏവക്കൂട്ടം കുറെയൊക്കെ ശ്രമിച്ചൊക്കെ നോക്കി. പിന്നെ ഇനി അവസാനം അന്നയുടെ ഒരു കലാപരിപാടി കൂടെ കാണാം. ശരീരം ഫുള്ള് റാ പോലെ വളർന്നിട്ടാണ് ഇപ്പൊ നടക്കുന്നത്. ഓ മൈ ഗോഡ്, ഇങ്ങോട്ട് നോക്കിയേ. എനിക്കൊന്നും ഇങ്ങനൊന്നും ചിന്തിക്കാൻ കൂടി കഴിയത്തില്ല. വാഹു, അന്നയുടെ ബോഡി ശരിക്കും ഫ്ലെക്സിബിൾ ആണ്. ഏവമോള് പറയുന്ന പോലെ അന്ന സൂപ്പറാ.
വിനോദാണെന്നുണ്ടെ റോക്കറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാരും റോക്കറ്റ് ഉണ്ടാക്കുക പടമൊക്കെ വരച്ചിട്ട്. അപ്പം ദേ കോമ്പറ്റീഷൻ ചെയ്യാൻ പോവാണെന്നാ പറയുന്നത്. ഓക്കെ വിട്ടോ. I don't know. One more. You are the only engineer. അപ്പൊ അതേ വിനോദാണെന്നുണ്ടെ അവിടെ നിന്ന് തല പുകഞ്ഞ് ആലോചിക്കുമ്പോ അവരൊക്കെ റോക്കറ്റ് ഉണ്ടാക്കി വിട്ടോണ്ടിരിക്കുവാണേ. കത്തോ വിനോദിന് പോറോ. ആഹാ വാ വാവ് റോക്കറ്റ് വിക്ഷേപകരുടെ ബഹളം. തലയും കുത്തി തിരിച്ചു വന്നു. അപ്പൊ നമുക്ക് പോവാം. അപ്പൊ നമ്മള് പോവാൻ ഇറങ്ങുവാണേ. ഇപ്പൊ 8:30 രാത്രി. അതെ സമയം 8:30 നമ്മള് 4:30 പോകുന്നത്. ഇവിടെ വന്ന സമയം പോകുന്ന അറിയത്തില്ല. അതെ അപ്പൊ നാളെ മണ്ടയാണ്, അതുകൊണ്ട് എല്ലാവർക്കും പോണം. ഡ്രസ് ഇടിയിട്ട് കൊടുക്കുന്നു. അതെ എന്താ ഹേവയ്ക്ക് വാങ്ങിക്കൊണ്ടുവന്ന പല്ലയാണ് അവര്. അതെ ബോൾ. പോയപ്പോ വാങ്ങിച്ച. അതെ എന്താ പല്ലോ. അയ്യോ എന്നാ അപ്പം നമ്മള് പോവാൻ ഇറങ്ങുവാണ്. അതെ ഡ്രസ് ഇടാൻ അന്നയായോ കുട്ടനെ സഹായിക്കുന്നത്. പോകുന്നതിന് മുന്നേ വിനോദിന്റെ ഒരു കലാപരിപാടി കൂടെ കാണാം. അപ്പൊ അന്ന വിനോദിനെ കാണിച്ചു കൊടുക്കുകയാണ് എങ്ങനെയാ ചെയ്യുന്നതെന്ന്. വിനോദ് പിന്നെ ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നില്ല നടക്കുമെന്ന്. നമുക്ക് നോക്കാം. എന്താ കണ്ടില്ലേ, എന്നെ കൊണ്ടത് പറ്റുമെന്ന് തോന്നുന്നില്ല ഷാജി ഏട്ടാ. അപ്പൊ പോവാം. Me tullaan varttia vaille 6. 10 vaille 6. ഓക്കെ ക്യൂല്ല. അപ്പോൾ വ്യാഴാഴ്ച വൈകുന്നേരം വീണ്ടും കാണാമെന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാഴാഴ്ച വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് സ്കൂൾ ജിമ്മിലൊക്കെ പോകാറുണ്ട്. ചിലപ്പോഴൊക്കെ ഏവമോള് മാത്രമേ അവരോടൊപ്പം പോകാറുള്ളൂ. അപ്പോൾ അതിന്റെ പ്ലാനിങ് ആണ് ഇപ്പം നടന്നത്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ പെയിൻ. It's almost like pregnant. ഡ്രിങ്ക്സ് കഴിച്ച് വയറ് നിറഞ്ഞിട്ട് വിനോദിന് കുഞ്ഞു ഷൂ ഇടാൻ വയ്യ. അപ്പൊ കളിയാക്കിയതാണ് ഞങ്ങൾ. ടാറ്റാ. Hey, Pop. Hey, hey. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണേ. പല്ലോ കൊടുത്തല്ല പല്ലോ കിട്ടി. അപ്പം നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോയിലെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ.